بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. إذا السماء انفطرت. വചനം 1. ഇദസ്സമാഉ ആകാശമാകുമ്പോൾ, ഇൻഫതറത് അത് പൊട്ടിപ്പിളരുമ്പോൾ, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. وإذا الكواكب انتثرت. വചനം 2. വഇദൽ കവാകിബു നക്ഷത്രങ്ങളാകുമ്പോൾ, ഇൻതസറത് അവ കൊഴിഞ്ഞു വീഴുമ്പോൾ, ചിതറി വീഴുമ്പോൾ, നക്ഷത്രഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ. وإذا البحار فجرت. വചനം 3. വഇദൽ ബിഹാറു സമുദ്രങ്ങളാകുമ്പോൾ, ഫുജ്ജിറത് അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ, സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ. وإذا القبور بعثرت. വചനം 4. വഇദൽ ഖുബൂറു ഖബറുകളാകുമ്പോൾ, ബുഅ്സിറത് അവ മറിച്ചിടപ്പെടുമ്പോൾ, ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ. علمت نفس ما قدمت وأخرت. വചനം 5. അലിമത് അറിയുന്നതാണ്, നഫ്സുൻ ഓരോ ആത്മാവും, മാ ഖദ്ദമത് അത് മുന്തിച്ചത് അഥവാ മുൻചെയ്തു വെച്ചത്, വ അഖറത് അത് പിന്തിക്കുകയും അഥവാ പിന്നോക്കം വെക്കുകയും ചെയ്തത്. അപ്പോൾ ഓരോ ആളും താൻ മുൻ ചെയ്തു വെച്ചതും ചെയ്യാതെ പിന്നേക്കു വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്. يا أيها الإنسان ما غرك بربك الكريم. വചനം 6. യാ അയ്യുഹൽ ഇൻസാൻ ഹേ മനുഷ്യ, മാ ഗറക നിന്നെ വഞ്ചിച്ചതെന്താണ്, ബിറബ്ബിക നിന്റെ റബ്ബിനെക്കുറിച്ച്, അൽ കരീം മാന്യനായ ഉദാരനായ. ഹേ മനുഷ്യ, ഉദാരനായ അഥവാ മാന്യനായ നിന്റെ റബ്ബിനെക്കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് ആശ്ചര്യം. الذي خلقك فسواك فعدلك. വചനം 7. അല്ലദി യാതൊരുവൻ, ഖലഖക അവൻ നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക എന്നിട്ടു നിന്നെ ശരിപ്പെടുത്തി, ഫഅദലക എന്നിട്ടു നിന്നെ പാകപ്പെടുത്തി. അതെ, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവൻ. في أي صورة ما شاء ركبك. വചനം 8. ഫി അയ്യി സൂറത്തിൻ ഏതോ ഒരു രൂപത്തിൽ, മാ ശാഅ അവൻ ഉദ്ദേശിച്ച, റക്കബക നിന്നെ അവൻ സംഘടിപ്പിച്ചു കൂട്ടിച്ചേർത്തു. അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു. كلا بل تكذبون بالدين. വചനം 9. കല്ല അങ്ങനെ വേണ്ട, ബൽ പക്ഷേ, തുകദ്ദിബൂൻ നിങ്ങൾ വ്യാജമാക്കുന്നു, ബിദ്ദീൻ പ്രതിഫല നടപടിയെ, മതത്തെ. അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വേണ്ട,
പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു. വചനം 10. വ ഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ട് താനും, ലഹാഫിലീൻ, സൂക്ഷിച്ചു വരുന്നവർ, വീക്ഷിച്ചു വരുന്നവർ. നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടുതാനും. കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ ഖിയാമത്തു നാളിലെ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആദ്യത്തെ 3 വചനങ്ങളുടെയും സാരം അവിടെ വിവരിച്ചതിൽ നിന്നും മനസ്സിലാക്കാം. 4-ാം വചനത്തിൽ ഖബറുകൾ അടിയോടെ മറിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മരണപ്പെട്ടു കിടക്കുന്നവരെ ഖബറുകളിൽ നിന്ന് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാകുന്നു. കഴിഞ്ഞ സൂറത്തിലെ 14-ാം വചനത്തിലെ അതേ ആശയം തന്നെയാണ് 5-ാം വചനത്തിലും അടങ്ങിയിരിക്കുന്നത്. ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ ഖദ്ദമത്ത്, മുൻ ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ. മാ അഖറത്ത്, പിന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളുമാകുന്നു. അഥവാ ഓരോരുത്തരും താൻ ചെയ്തതും ചെയ്തു തീർക്കാതെ വിട്ടുകളഞ്ഞതുമായ എല്ലാ കർമ്മങ്ങളും അന്ന് അറിയുമെന്നു സാരം. മരണപ്പെടുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്നിങ്ങനെയുള്ളവയാണ് മാ അഖറത്ത്, പിന്നേക്ക് വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഏതായാലും തത്വത്തിൽ എല്ലാം ഒന്നു തന്നെ. വനക്തബു മാ ഖദ്ദമു വ ആസാറഹും, അവർ മുൻ ചെയ്തു വെച്ചതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തും എന്ന് സൂറത്ത് യാസീനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യ, നീ നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി. നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി. ഓരോന്നും അതതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി. നീയോ മറ്റാരെങ്കിലുമോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, അതെ അവൻ മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്ക് അവൻ രൂപം നൽകുകയും ചെയ്തു. ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ചു വരുന്ന അത്യുദാരനും അതിമാന്യനുമായ നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അവന്റെ ശാപകോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വളരെ ആശ്ചര്യം തന്നെ. അവന്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായിപ്പോയല്ലോ, എന്തൊരത്ഭുതമാണിത് എന്നിങ്ങനെ അള്ളാഹു അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത സന്താനം ജനിക്കുന്നു. അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. ചിലർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മറ്റോ മുഖച്ഛായ കാണപ്പെടുന്നു. മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപമായിരിക്കും. ജ്യേഷ്ഠന് ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജന് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു. ചിലരുടെ രൂപം സുന്ദരവും ആകർഷവുമായിരിക്കുമെങ്കിൽ മറ്റു ചിലരുടേത് വികൃതവും രൂപവുമായിത്തീരുന്നു. അങ്ങനെ പലതും പലതും. ഇതിലെല്ലാം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് പങ്കില്ലെന്ന് വ്യക്തമാണല്ലോ.